എറണാകുളത്ത് 37 കിലോ കഞ്ചാവുമായിട്ട് 2 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്ത്. ഇവര് ബാംഗ്ലൂരിൽ നിന്നാണ് കഞ്ചാവുമായിട്ട് കേരളത്തിലേക്ക് വന്നത്. 37 കിലോ കഞ്ചാവാണ് ഇവരുടെ കൈവശം 3 ട്രോളികളിലായിട്ടുണ്ടായിരുന്നത്. ഇവരെ പാലക്കാട് മുതൽ റെയിൽവേ പോലീസും RPF അങ്ങനെ ക്രൈം സ്ക്വാഡും ഒക്കെ ഇവരെ വാച്ച് ചെയ്ത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കുട്ടികൾ അറിഞ്ഞില്ല. ഇവരുടെ കൂടെ ഒരു പയ്യനോട് ഉണ്ടായിരുന്നു എന്ന് പോലീസിന് സംശയമുണ്ട്. സാധാരണഗതി ബാംഗ്ലൂരിൽ നിന്ന് ഈ കഞ്ചാവും മറ്റും ഡ്രഗ്സുകളും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാലക്കാടാണ് ഇറങ്ങുന്നത്. അതാണ് പതിവ്. പക്ഷെ ഇപ്പം പാലക്കാട് ഈ കുട്ടികൾ ഇറങ്ങിയില്ല. ആരോ അവർക്ക് ഇൻഫർമേഷൻ കൊടുത്ത് അവിടെ ശക്തമായ പരിശോധന നടക്കുന്നു എന്ന് പറഞ്ഞപ്പോഴായിരിക്കാം നേരെ നോർത്തിലേക്ക് പോയത്. എറണാകുളം നോർത്തിൽ ഇവരിറങ്ങിക്കഴിഞ്ഞപ്പം ഇവരെ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ തടഞ്ഞു. അവിടെ പരിശോധന രാവിലെ മുതൽ ഇന്ന് കർശനമാക്കി. കാരണം പാലക്കാട് ഇങ്ങനെ ഒരു സോഴ്സ് ഇൻഫർമേഷൻ ഉള്ളത് നോർത്തിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് രാവിലെ മുതൽ അവിടെ പരിശോധന കർശനമാക്കി. കാരണം ആരാണെന്ന് അറിയത്തില്ല, 2 സ്ത്രീകളാണെന്ന് മാത്രമായിരിക്കും ഇൻഫർമേഷൻ. എന്തായാലും ഇവിടുത്തെ മുർഷിദാബാദ് ബംഗാളിലുള്ള അവിടുത്തെ സോണിയ സുൽത്താന എന്നൊരു പെൺകുട്ടിയാണ് 21 വയസ്സേ ഉള്ളൂ. ഡിഗ്രി 2ാം വർഷത്തിന് ബാംഗ്ലൂരിൽ പഠിക്കുകയാണ് ആ കുട്ടി. കൂടെ അനിത ബീബി എന്ന 29 വയസ്സുകാരിയുണ്ട്. ഇവർ രണ്ടുപേരും ബാംഗ്ലൂരിൽ നിന്നാണ് ഈ 37 കിലോ കഞ്ചാവുമായിട്ട് കേരളത്തിലേക്ക് പോകുന്നത്. ഇവരുടെ കയ്യിൽ ഈ 37 കിലോ കഞ്ചാവ് 3 ട്രോളിയിലായിട്ടാണ് വെച്ചിരിക്കുന്നത്, ഒരു ട്രോളിയിലല്ല. കാരണം ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ട അത്രയും കഞ്ചാവായിട്ട് സ്ഥലം വിടാമല്ലോ. എന്തായാലും പാലക്കാട്ട് വെച്ച് ഇറങ്ങാത്തതിന്റെ കാരണം ആരോ അഡ്വൈസ് കൊടുത്തു. ഇവരുടെ കൂടെ ഒരു ആളുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. കേരളത്തിലേക്ക് ഒരു ട്രിപ്പ് എന്ന രീതിയിലാണ് ഇവർ വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഇതിവിടെ സേഫായിട്ട് എത്തിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യത്തിനുള്ള പണം ഇവർക്ക് ലഭിക്കും. ആ പണവുമായിട്ട് ഈ പെൺകുട്ടികൾ മുർഷിദാബാദിലേക്ക് പോകും. ഇതിന്റെ പണം വീട്ടിൽ കൊടുക്കുന്നുണ്ടാവണം. ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് ജോലി ചെയ്ത് അല്പം പണം വീട്ടിൽ കൊടുക്കുന്നത് നല്ല കാര്യം തന്നെ. വീട്ടുകാർ അതായിരിക്കും കരുതുന്നത്. പക്ഷേ 21 വയസ്സുള്ള ഡിഗ്രിക്കാരിയാണ് ഒന്ന്, മറ്റവർക്ക് 29 വയസ്സുണ്ടെന്ന് പറയുന്നത്. എന്തായാലും കഞ്ചാവ് കേസാണ്, അതിനകത്ത് റിമാൻഡിൽ പോവും. അത് തന്നെയല്ല, അത് അവരുടെ വീട്ടുകാർ അല്ലെ ജാമ്യക്കാരൊക്കെ നാട്ടിൽ നിന്ന് വരണം. പിന്നെ ഇവിടെ ഇവരുടെ കൂടെ വന്ന ആള് കേരളത്തിലുള്ള ആളാണെങ്കിൽ ഇവിടെ ജാമ്യക്കാരെ ഒപ്പിച്ചു കൊടുക്കാൻ ചിലപ്പോൾ അയാൾ തയ്യാറായെന്ന് വരും. കഞ്ചാവ് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഈ പെൺകുട്ടി കൈമാറിയിട്ടുണ്ടെന്ന് പറയുന്നു. അവർക്ക് ബാംഗ്ലൂരിൽ താമസിക്കാനും പഠനത്തിനും ഒക്കെ കുറച്ച് പൈസ ലഭിക്കും. പിന്നെ വലിയ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ അന്ന് സേഫായിട്ട് അവർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും. ഇപ്പം നല്ലൊരു 37 കിലോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കമ്മീഷൻ നല്ലൊരു എമൗണ്ട് തരും. അതുമായിട്ട് വീട്ടിലേക്ക് മടങ്ങാമെന്ന പ്രതീക്ഷയിലാണ് 2 പേരും വന്നത്. എറണാകുളത്ത് ഇവർ ഇറങ്ങുമ്പോൾ തന്നെ ആ യുവാവ് അവിടെ ഉണ്ടായിരുന്നോ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇവരെ പിടി വീണെന്ന് പറഞ്ഞപ്പോൾ അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് ഭാഷ്യം. അത് CCTV ദൃശ്യത്തിൽ ഇയാൾ ഓടി മറിയുന്നത് ചിലപ്പം കണ്ടിട്ടുണ്ടാവും. അയാൾ മലയാളിയാണോ അതോ ബംഗാളിയാണോ എന്നറിയില്ല. അയാളായിരിക്കും 37 കിലോ പർച്ചേസ് ചെയ്ത് ഇവരെ ഏൽപ്പിച്ച് കേരളത്തേക്ക് കൊടുത്തു വിടുന്നത്. പിന്നാലെ അയാളും വന്നിട്ടുണ്ടാവും. ഇവിടെ സേഫായിട്ട് എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ കൈകാര്യം ചെയ്തോളൂ. പക്ഷെ ഇപ്പം ആ പണിയൊന്നും നടന്നില്ല. പാലക്കാട് മുതൽ RPF റെയിൽവേ പോലീസും എല്ലാം ഇവരെ നിരീക്ഷിച്ചുകൊണ്ടാണ് വന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പം അയാൾ പാലക്കാട് നിന്ന് എറണാകുളത്ത് ഇറങ്ങാൻ പറഞ്ഞിട്ട്. എന്തായാലും പിടി വീണു. 2 കുട്ടികളുടെ പഠനം നിൽക്കും. ഒരാൾക്ക് 29 വയസ്സുണ്ട്, അവരെന്താ ചെയ്യുന്നത്? ഇത് കരിയർ ആണോ എന്നറിയില്ല. പക്ഷെ ആ പെൺകുട്ടി ഇതിനകത്ത് വന്ന് ചാടിപ്പോയി. 21 വയസ്സേ ഉള്ളൂ, ഡിഗ്രി 2nd ഇയറുമാണ്. ഇതുപോലുള്ള എടുത്തുചാട്ടവും പണം ഉണ്ടാക്കാനൊക്കെ അവിഹിത മാർഗത്തിൽ കൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെടും. കാരണം ഇനിയിപ്പോൾ റിമാൻഡ് കുറേ ദിവസം കിടക്കും. നല്ലൊരു ക്വാണ്ടിറ്റി 37 കിലോ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം 2ാമത്തെ 3ാമത്തെ റിമാൻഡിൽ ജാമ്യക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ ജാമ്യം കിട്ടിയെങ്കിലായി. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ജയിലിൽ തന്നെ
കിടക്കും കുറച്ച് നാള്. ആ കുട്ടികളുടെ ഭാവി പോയി ഇതിനകത്തൊന്നും മനസ്സിലാക്കുന്നില്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾ എടുത്ത് ചാടി പണം ഉണ്ടാക്കാനൊക്കെ പോയി, പ്രത്യേകിച്ച് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. ഒരിക്കലും അങ്ങനെ പോയി ചാടണം. കാരണം അവര് ജയിലിൽ പോകുന്നത് മാത്രമല്ല, ആ കുടുംബം തന്നെ നശിക്കും. ഇതിപ്പോ ഒരു 21 വയസ്സുകാരിയും മറ്റവർക്ക് 29 വയസ്സുണ്ട്, അവർക്ക് എന്തെങ്കിലും വേറെ ജോലി ഉണ്ടോ എന്നും അറിയത്തില്ല. രണ്ടുപേരുടെയും ജീവിതം റിമാൻഡിലേക്ക് പോകുന്നതിനല്ല, ഇത് ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംരംഭത്തിൽ ആരും ഇറങ്ങരുത്, പെൺകുട്ടികൾ പ്രത്യേകിച്ച്. കാരണം പണം ഉണ്ടാക്കാനും വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ പണം ഉണ്ടാക്കാനുള്ള മാർഗം ഇതല്ല. അതിനവർക്ക് വേറെ ജോലി ചെയ്ത് ജീവിക്കാന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇന്ത്യയിൽ ഇപ്പൊ ഇല്ല. അല്ലാത്ത കാര്യത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ പോലീസിന്റെ കൈ ചെന്ന് ചാടി ജീവിതം തന്നെ അത് വഴിതെറ്റി പോകും. പിന്നെ ഇതിൽ നിന്ന് മോചനമില്ല. ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കൂട്ടും ബഹളവും ഒക്കെ കഴിയുമ്പം വീണ്ടും ഇത് ചെയ്യാതെ വേറെ നിവൃത്തിയില്ല, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതുകൊണ്ട് പണം വരാനുള്ള മാർഗമില്ലാതെ വരുമ്പോൾ ഈ ട്രാക്കിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും പട്ടിണി കിടന്നാലും ശരി, ഇതുപോലെയുള്ള ട്രാക്ക് തിരഞ്ഞെടുക്കരുത് കുട്ടികൾ.